ഈ കോൺഗ്രസുമായി സഹകരിച്ച് നിൽക്കുന്ന ഈ ജാതി പാർട്ടികൾ, അതായത് സമാജ്വാദി പാർട്ടി, RJD പോലുള്ള പാർട്ടികൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്തു. അവര് ഇതിനെതിരാണ്. ഈ വനിതാ സംവരണ ബില്ലിനെ എതിർക്കാൻ കാരണം എന്താ വിഷയം എന്ന് വെച്ചാൽ, പുരുഷന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാർ മണ്ഡലങ്ങൾ നർസ് ചെയ്തിട്ട്, അതായത് ശ്രദ്ധിച്ചു കൊണ്ട് നടന്നിട്ടുണ്ടാവും ഭാവിയിൽ മത്സരിക്കാൻ. പ്രശ്നമുണ്ടാക്കി ഇത് തടസ്സപ്പെടുത്തിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണ്, രാജ്യത്തോട് ചെയ്യുന്ന വലിയ തെറ്റാണ്. ഇവർക്ക് തന്നെ അത് വ്യക്തിപരമായി പ്രതിപക്ഷ നേതാക്കന്മാർക്ക് പലർക്കും ദോഷം ചെയ്യും. നമസ്കാരം. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം കൊണ്ടുവരുന്ന ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. അതേസമയം ഈ ബില്ലിനെ പ്രതിപക്ഷ കക്ഷികൾ വളരെ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിന്റെ പിറകിൽ രാഷ്ട്രീയം? ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് BJPയുടെ സംസ്ഥാന വക്താവായിട്ടുള്ള അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഇത് കഴിഞ്ഞ കുറെ കാലമായിട്ടുള്ള ആവശ്യമാണ്. അങ്ങനെ ആ ആവശ്യം പലപ്പോഴും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികൾ BJPയും കോൺഗ്രസും ഒക്കെ കുറെയൊക്കെ ഇത് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ഈ കോൺഗ്രസുമായി സഹകരിച്ച് നിൽക്കുന്ന ഈ ജാതി പാർട്ടികൾ, അതായത് സമാജ്വാദി പാർട്ടി, RJD പോലുള്ള പാർട്ടികൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്തു. അവര് ഇതിനെതിരാണ്, താത്വികമായി തന്നെ ഇതിനെതിരാണ്. അവരുടെ മുമ്പിൽ കോൺഗ്രസ് UPA സർക്കാർ ഭരിക്കുമ്പോൾ നിസ്സഹായരായതാണ്. പക്ഷെ BJPക്ക് കൃത്യമായ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ഇത് കൊണ്ടുവന്ന സമയത്തുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ആ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്ത സെൻസസിന് ശേഷമേ ഇത് തുടങ്ങാൻ പാടുള്ളൂ, ഇത് ചെയ്യാൻ പാടുള്ളൂ, ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടുള്ളൂ. ആ സെൻസസ് നടക്കുന്നത് ഇപ്പോൾ 26-ലാണ്. എന്തുകൊണ്ടാണ് 26-ൽ സെൻസസ് നടക്കാൻ കാരണം? 21-ൽ കോവിഡ് വന്നതുകൊണ്ടാണ്. 2001-ൽ 84-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 26 വരെ സെൻസസ് ഡീലിമിറ്റേഷൻ നിർത്തിവെച്ചതാണ്. 26-ന് ശേഷം നടക്കുന്ന സെൻസസിന് ശേഷം മതി ഡീലിമിറ്റേഷൻ എന്നാണ് പ്രഖ്യാപിച്ചത്. ഒരിക്കലും അവര് 26-ൽ സെൻസസ് നടക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം കോവിഡ് വരുന്ന ആർക്കും അറിയോ. അപ്പൊ 31-ലെ സെൻസസിന് ശേഷം നടപ്പിലാക്കേണ്ടതാണ് ഡീലിമിറ്റേഷൻ. എന്നാൽ വനിതാ സംവരണ ബില്ലിൽ അടുത്ത സെൻസസിന് ശേഷം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വരുന്നു. കാരണം സെൻസസ് 26-ന് ശേഷം നടത്താം ആ നിയമപ്രകാരം. 21-ൽ സെൻസസ് നടന്നിട്ടില്ല. അപ്പൊ എന്തായാലും നടത്തണം. 31 വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടത്താം എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ഇതിൽ വേറെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ ഈ പല പാർട്ടികളും ഈ വനിതാ സംവരണ ബില്ലിനെ എതിർക്കാൻ കാരണം എന്താ വിഷയം എന്ന് വെച്ചാൽ, പുരുഷന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാർ മണ്ഡലങ്ങൾ നർസ് ചെയ്തിട്ട്, അതായത് ശ്രദ്ധിച്ചു കൊണ്ട് നടന്നിട്ടുണ്ടാവും ഭാവിയിൽ മത്സരിക്കാൻ. അവരുടെ സമയവും അവരുടെ ഊർജവും പൈസയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് പെട്ടെന്ന് സ്ത്രീ സംവരണമാവുമ്പോൾ അത് അവർക്ക് നഷ്ടപ്പെടും. ഇത് എണ്ണം കൂട്ടുകയും അതോ സമയത്ത് വനിതാ സംവരണം നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ ജനറൽ സീറ്റിന്റെ എണ്ണത്തിൽ കുറവ് വരുന്നില്ല. അപ്പൊ സത്യത്തിൽ അങ്ങനെയുള്ള ഭയമുള്ള ആൾക്കാർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് അവരുടെ സീറ്റ് നഷ്ടപ്പെടില്ല. അതേസമയത്ത് വനിതാ സംവരണവും നടപ്പിലാക്കും. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു സുവർണാവസരമാണ്. ഈ പ്രശ്നം, അതായത് വനിതാ സംവരണം എന്ന പ്രശ്നം, അല്ലെങ്കിൽ നമ്മുടെ വാഗ്ദാനം, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം, അല്ലെങ്കിൽ രാജ്യത്തിലെ ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയപ്പോൾ നമ്മൾ എടുത്തൊരു തീരുമാനമാണ്. അത് നടപ്പിലാക്കാനും അതോടൊപ്പം ഡീലിമിറ്റേഷൻ, അത് കഴിഞ്ഞ കാലാവധിയായി, ഇത് ചെയ്യാനും ഇത് സഹകരിച്ചാൽ എല്ലാവർക്കും ഗുണമാണ്. പിന്നെ ഇത് BJPക്ക് ഗുണം ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, സീറ്റിന്റെ എണ്ണം കുറഞ്ഞപ്പോൾ BJP ജയിച്ചില്ലേ? BJP സീറ്റിന്റെ എണ്ണം 543 ആയപ്പോൾ BJP ജയിച്ചില്ലേ? ഇപ്പോൾ സീറ്റിന്റെ എണ്ണം കൂടിയ BJP ജയിക്കും, സീറ്റിന്റെ എണ്ണം കുറഞ്ഞ BJP ജയിക്കും എന്നൊക്കെ പറയുന്നത് ഈ വോട്ടിംഗ് മെഷീൻ തകരാറാക്കിയിട്ടാണ് BJP ജയിക്കുന്നത്. എവിടെ കുത്തിയാലും താമര വിരിയും. അതുപോലെ തന്നെ വോട്ടർ പട്ടിക തകരാറാക്കിയിട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള ബാലിശമായ വാദങ്ങളാണ്. സത്യത്തിൽ പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഇതിനെ പിന്തുണയ്ക്കുന്നതാണ് നല്ലത്. പിന്തുണച്ചാൽ രണ്ട് ഗുണമുണ്ട്. ഇന്നലെ മോദിജി പറഞ്ഞതുപോലെ, ഒന്ന്, വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കി എന്ന ക്രെഡിറ്റും പ്രതിപക്ഷത്തിന് കിട്ടും. എണ്ണം കൂട്ടി എന്ന് പറയുന്ന ക്രെഡിറ്റും പ്രതിപക്ഷത്തിന് കിട്ടും. എണ്ണം കൂട്ടേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒറ്റ ഉദാഹരണം പറയാം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തലപ്പാടിയിൽ നിന്ന് ആരംഭിച്ചിട്ട് അവസാനിക്കുന്നത് ഏതാണ്ട് പാപ്പനശ്ശേരിക്ക് അടുത്താണ്. അവിടുന്ന് അങ്ങോട്ട് യാത്ര ചെയ്യാൻ 3 മണിക്കൂർ എടുക്കും. ഹൈവേന്റെ പണി കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ചും കൂടി സ്പീഡിൽ എത്തുമായിരിക്കും.
ആലത്തൂർ മണ്ഡലം എടുത്തു നോക്കിയാൽ നെല്ലിയാമ്പതി കുന്നുകൾ മുതൽ കുന്നംകുളം വരെയാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ വ്യാപ്തി. അതായത് നെല്ലിയാമ്പതി കുന്ന് മുതൽ കുന്നംകുളം അങ്ങാടി വരെയുണ്ട്. കുന്നംകുളം അങ്ങാടിയിൽ നിന്ന് നെല്ലിയാമ്പതി കുന്നിലേക്ക് പോകണേ 4 മണിക്കൂർ 5 മണിക്കൂർ എടുക്കും. ഇതൊക്കെ വലിയ പ്രശ്നമാണ്. 35 ലക്ഷം 40 ലക്ഷം അംഗങ്ങളുള്ള വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്, ഔട്ടർ ഡൽഹി ഒക്കെ പോലത്തെ. ഇതൊക്കെ ഒന്ന് എന്താ പറയാ, ഒരു ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വീതിച്ച് കൊടുക്കാം. പിന്നെ ആർക്കും സീറ്റ് നഷ്ടപ്പെടില്ല. എല്ലാവർക്കും 50% ഇൻക്രീസ്, എല്ലാവർക്കും 50% വർധനവ് എന്ന് പറഞ്ഞില്ലേ. അപ്പോ അതിലെന്താ കുഴപ്പം? ഈ ഉത്തർപ്രദേശ് 120 ആവും, നമ്മൾ 30 ആവും, തമിഴ്നാട് 59 ആവും. എല്ലാവർക്കും നിലവിലുള്ളതിന്റെ 50% കൂടും. ആർക്കും കൂടുതൽ കൂടുന്നില്ല, ആർക്കും കൂടുതൽ പെർസെന്റേജ് കൂടുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കി ഇതിനെ അംഗീകരിച്ച് വനിതകൾക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കാനും അതോടൊപ്പം നമ്മുടെ മണ്ഡലങ്ങളുടെ വലിയ വലിപ്പമുള്ള 10, 25, 30, 40 ലക്ഷങ്ങളുള്ള ലോക്സഭാ മണ്ഡലങ്ങളെയും 5, 6 ലക്ഷങ്ങളുള്ള അസംബ്ലി മണ്ഡലങ്ങളുടെയും ഒക്കെ വലിപ്പം കുറച്ച് MLA-മാർക്കും MP-മാർക്കും അത് നല്ല രീതിയിൽ കൊണ്ടു നടക്കാനും ജനങ്ങൾക്ക് അവരുടെ ജനപ്രതിനിധികളെ എളുപ്പത്തിൽ പോയി കണ്ട് കാര്യങ്ങൾ പറയാനും അവർക്ക് അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ എല്ലാത്തിനും ഉള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള ഒരു അവസരമാണ് കേന്ദ്രം കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് പ്രതിപക്ഷം ഉപയോഗിക്കുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. BJP ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. ഇനി അതല്ലാതെ പ്രശ്നമുണ്ടാക്കി ഇത് തടസ്സപ്പെടുത്തിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണ്, രാജ്യത്തോട് ചെയ്യുന്ന വലിയ തെറ്റാണ്. ഇവർക്ക് തന്നെ അത് വ്യക്തിപരമായി പ്രതിപക്ഷ നേതാക്കന്മാർക്ക് പലർക്കും ദോഷം ചെയ്യും. അടുത്ത ലോക്സഭയിൽ 543-ൽ സംവരണം നടപ്പിലാക്കി തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഇന്ന് ബഹളം വയ്ക്കുന്ന പലരും സഭയ്ക്കുള്ളിൽ എത്തില്ല എന്നൊരവസ്ഥയുണ്ടാവും. ഇപ്പോൾ അതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ നിയന്ത്രണം കുറെ കൂടി കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കിയതുകൊണ്ട് തന്നെ ഇവിടെ സീറ്റുകളുടെ എണ്ണം കുറയുകയും അതേസമയം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും 200, ഇപ്പോൾ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ 150, 160 ലെവലിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ അത് BJPക്ക് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് എന്നൊരു ആരോപണമുണ്ട്. അതിനോട് എങ്ങനെയാണ് സാർ? അല്ല, 273 സീറ്റാണല്ലോ കൂടുന്നത്. 815 ആവാൻ പോവുകയാണ് സംസ്ഥാനങ്ങളുടെ എണ്ണം. 815 ആവുമ്പോൾ വർദ്ധിക്കുന്നത് 272 സീറ്റാണ്. 272 സീറ്റ് വർദ്ധിക്കുമ്പോൾ അതെങ്ങനെയാണ് വർദ്ധിക്കുന്നത്? ഇന്നലെ അമിത്ഷാജി രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു കേരളം 30 ആവും, തമിഴ്നാട് 59 ആവും, കർണാടക 42 ആവും, ഈ നമ്മുടെ ആന്ധ്രാപ്രദേശ് 38 ആവും, തെലുങ്കാന 26 ആവും. എണ്ണി 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 പറഞ്ഞില്ലേ. ഉത്തർപ്രദേശ് 120 ആവും, 80ന്റെ പകുതി കൂടി കൂട്ടിയിട്ട്. പിന്നെ ഉത്തർപ്രദേശിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 40 ആണെന്ന് അന്നേരം ഒരു ഇടതുപക്ഷ MP ചാനലിൽ പറഞ്ഞേ. 80ന്റെ പകുതി 40 ഇപ്പോഴായതാ. പണ്ട് ആക്കുമ്പോ ഓർമ്മയില്ലായിരുന്നോ? ഉത്തർപ്രദേശിന് പണ്ട് എന്തിനാ 80 കൊടുത്ത്? 85 കൊടുത്തത്. അതിൽ 5 ഉത്തരാഖണ്ഡ് കൊണ്ടുപോയപ്പോഴാണ് 80 ആയത്. പണ്ടേ ഉത്തർപ്രദേശിന് കേരളത്തിൽ 20 ഉള്ളപ്പോൾ 80 ഉണ്ട്. നമുക്ക് 30 ആവുമ്പോൾ അവർക്ക് 120 ആവുന്ന സ്വാഭാവികല്ലേ. എവിടെയാ കുറയുന്നത്? എല്ലാവർക്കും ഒരേ ശതമാനത്തിലാണ് വർധനവ്, ഒരേ തോതിലാണ് വർധനവ്. അത് പണ്ടത്തെ ആ കണക്കിന് അനുസൃതമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ്? ആസ് ഫാർ ആസ് പോസിബിൾ പ്രാക്ടിക്കബിൾ പോപ്പുലേഷൻ നോക്കണം എന്നാണ്, പ്രായോഗികമായി പറ്റുന്ന അത്രയും ജനസംഖ്യ നോക്കണം എന്നാണ് പണ്ട് പറഞ്ഞത്. അപ്പൊ ആ തത്വം പാലിക്കുകയാണ്. ആർക്കും കൂടുന്നില്ല, കുറയുന്നില്ല, എല്ലാവർക്കും ഒരേ തോതിൽ കൂടുകയാണ്. പ്രത്യേകിച്ച് ഒരു വർധനവ് ആർക്കും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. അങ്ങനെ ഒരു ആശങ്ക തന്നെ ആവശ്യമില്ല. വെറുതെ എന്ത് ആശങ്ക? ചെറിയ കുട്ടികളില്ലേ, 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പറയുന്ന കുട്ടികൾ ചോദിക്കില്ലേ, ഇത് 20-30 ആവുമ്പോൾ 80-40 ആവുന്ന സ്വാഭാവികമല്ലേ എന്ന്? ആ കുട്ടികളുടെ മുമ്പിൽ പോലും ഇവര് എന്താ പറയാ, ഇവര് വഷളാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഇത് നടപ്പിലാക്കുന്നതുകൊണ്ട് സ്ത്രീകൾക്ക് ഒരു വലിയ നേട്ടമുണ്ട്. അപ്പൊ സ്ത്രീകളുടെ ഒരു നേട്ടത്തെ കുറച്ച് കാണിക്കാനാണ് ഈ പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കുന്നത്. അല്ല, സ്ത്രീകളൊന്നും അവരെ സംബന്ധിച്ചോളം അവരെ അജണ്ടയിലില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവര് പണ്ട് പാസ്സാക്കില്ലായിരുന്നോ? UPA സർക്കാർ ഇവിടെ ഭരിച്ചപ്പോൾ 10 കൊല്ലം ഭരിച്ചപ്പോൾ BJP പറഞ്ഞല്ലോ നടപ്പിലാക്കാന്ന്. അന്ന് സംവരണത്തിന്റെ ഉള്ളിൽ OBC വേണം. ഇന്ത്യയിൽ OBC സംവരണം ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഇല്ല. പിന്നെ ഇവിടെ വേണമെന്ന് ബഹളം വെച്ചതിന് എന്തിന്? ഓരോ കണ്ടീഷൻ കൊണ്ടുവന്നിട്ട് അത് ഉടക്കി പരാജയപ്പെടുത്തിയതാ. അവർ ഈ നിയമത്തിന് എതിരാണ്. അവർക്ക് ഇതൊന്നും 3-1 കൊടുക്കാൻ താല്പര്യമില്ല. സത്യത്തിൽ ഈ ജാതി പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആശ്വാസമാണ് സീറ്റിന്റെ എണ്ണം കൂട്ടുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കില്ലെങ്കിൽ എന്താ ചെയ്യുക? അപ്പൊ അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. കോൺഗ്രസ് സഖ്യകക്ഷികളായ ഈ ജാതി പാർട്ടികളുടെ മുമ്പിൽ നിസ്സഹായരായി നിൽക്കുക. BJPക്ക് പിന്നെ അങ്ങനെ നിസ്സഹായ അവസ്ഥയൊന്നുമില്ലല്ലോ. ഒരു കാര്യം തീരുമാനിച്ചാൽ നടപ്പിലാക്കാനുള്ള ശേഷിയും കേൾപ്പും ഒക്കെ ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല.